പെപ്സി കമ്പനി ചില്ലിലുണ്ടാക്കിയ പ്രശ്നത്തെക്കുറിച്ച് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, അതുപോലെ ഒരു ഹിസ്റ്ററി കൊക്കക്കോളയ്ക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു? 1990 കാലഘട്ടത്തിൽ കൊക്കക്കോളയുടെ കീഴിലുള്ള കൊളംബിയൻ ബോട്ട്ലിംഗ് കമ്പനിയിലെ ഫാക്ടറി തൊഴിലാളികൾ ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. തങ്ങളുടെ ജോബ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താനും ഡെയിലി വേജസ് കൂട്ടാനും സേഫായ വർക്കിംഗ് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനുള്ള അവരുടെ ആവശ്യങ്ങൾ മാനേജ്മെൻറ്റ് തള്ളി. സ്വാഭാവികമായി തൊഴിലാളികൾ യൂണിയൻ രൂപീകരിച്ചു. സിനാൽ ട്രെയിനൽ എന്ന പേര് നൽകിയ ഈ യൂണിയൻ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി. പക്ഷേ ഈ പോരാട്ടങ്ങൾ സൈലൻസ് ചെയ്യാൻ കൊക്കക്കോള കൊളംബിയൻ പാർലമെൻറ്റ് ഗ്രൂപ്പിൻ്റെ സഹായം തേടി. വലിയൊരു രക്തക്കറ കൊളംബിയയിൽ ഒഴുകി. യൂണിയൻ ലീഡേഴ്സിനെ അവർ ത്രട്ടൻ ചെയ്തു, പലരെയും കിഡ്നാപ്പ് ചെയ്തു, നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇസീദ്രോ സെഗുന്തോ ഗിൽ എന്നൊരു യൂണിയൻ പ്രവർത്തകൻ 1996 ബോട്ട്ലിംഗ് പ്ലാന്റിൻ്റെ അകത്ത് വെച്ച് വെടിയേറ്റ് മരിക്കുക വരെ ഉണ്ടായി. 2001 യൂണിയൻ കൊക്കക്കോളയ്ക്കെതിരെ US കേസ് ഫയൽ ചെയ്തു. പക്ഷേ അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിവില്ല എന്ന് പറഞ്ഞ് കേസ് ഡിസ്മിസ്സായി. പണവും സ്വാധീനവും ഉപയോഗിച്ച് കൊക്കക്കോള ഈ കഥകൾ പുറത്തു വരാതിരിക്കാൻ പലതും ചെയ്തു. But the truth is, some stories fail, but some never disappear.